കേരളം നടുങ്ങിയ ഒരു ആക്രമണമാണ് നടിയെ ആക്രമിച്ചത്. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരുപാട് സംഭവ വികാസങ്ങൾ കണ്ടു. അങ്ങനെ 8 വർഷത്തോളം നീണ്ടുനിന്ന കാലയളവിനൊടുവിൽ മറ്റന്നാൾ നടിയെ ആക്രമിച്ച കേസിലെ സുപ്രധാന വിധി വരാനിരിക്കുകയാണ്. അപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്നാണ് അതിജീവിതയുടെ അഭിഭാഷക മീഡിയ വണ്ണിനോട് പ്രതികരിച്ചത്. കടുത്ത മാനസിക സംഘർഷമാണ് അതിജീവിത അനുഭവിച്ചത്. 1-ാം പ്രതിക്ക് ശിക്ഷ ഉറപ്പായും ലഭിക്കും. ദിലീപിനടക്കം അർഹമായ ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഗൂഢാലോചന കേസിലും തെളിവുകൾ ശക്തമാണ്. അതിജീവിതയ്ക്ക് നീതി ലഭിക്കുമെന്ന ശുഭപ്രതീക്ഷയുണ്ടെന്നും അഡ്വക്കേറ്റ് ടി.ബി. മിനി മീഡിയ വണ്ണിനോട് പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ നീതിക്കായുള്ള നീണ്ട വർഷങ്ങളുടെ പോരാട്ടം. ഇനി അന്തിമ വിധി വരാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. അതിജീവിതയ്ക്കു വേണ്ടി അങ്ങേയറ്റം നിയമപോരാട്ടം നടത്തിയ അഭിഭാഷക ടി.ബി. മിനിയാണ് എന്നോടൊപ്പമുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വിധി വരികയാണ്. എത്രമാത്രം പ്രതീക്ഷയുണ്ട്? വിധി വരുന്നു എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരു വിഷയത്തിൽ ഒരു അവസാനം ഉണ്ടാവുകയാണല്ല. അതിജീവിതയെ സംബന്ധിച്ച് അവർ 8 വർഷമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ട്രോമ അനുഭവിക്കാം. ഇന്നത്തെ ദിവസങ്ങളെക്കാളൊക്കെ കൂടുതൽ ടെൻഷൻ അനുഭവിച്ച ഒരുപാട് ദിവസങ്ങളുണ്ടായിരുന്നു ഈ ട്രയൽ കാലാവധിയിൽ തന്നെ. നമ്മൾ പ്രോസിക്യൂഷൻ ഒരുപാട് തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. തെളിവുകൾ ഹാജരാക്കിയത് മുഴുവനും കോടതി അംഗീകരിക്കണം എന്നില്ല. കോടതിയുടെ വ്യൂ പോയിന്റിലാണ് കാര്യങ്ങൾ കാണാം. എത്രമാത്രം ഈ ഗൂഢാലോചന തെളിയിക്കപ്പെടുമെന്നുള്ളത്, ഈ പറയുന്ന സുന്നി ഇങ്ങനെ ഒരു കൃത്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തിയത് കൊണ്ടുകൂടിയാണല്ലോ പ്രതി ചേർക്കപ്പെട്ടത്. അപ്പോൾ അതിൽ എത്രമാത്രം തെളിയിക്കപ്പെടും, ശിക്ഷ എത്രമാത്രം കിട്ടുമെന്നുള്ള കാര്യത്തിൽ എങ്ങനെയാണ്? ഗൂഢാലോചനയിൽ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിയിക്കപ്പെടാൻ വളരെ സാധ്യത കുറവുള്ളൊരു 120B എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ തെളിവുകൾ ഉണ്ടെങ്കിൽ അതിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ധാരാളം തെളിവുകൾ കൊടുത്തിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. മാത്രമല്ല, ഒരു പ്രതി ചാനലിൽ വന്നിട്ട് ഞാൻ തന്നെ ചെയ്തതെന്നും കൊട്ടേഷൻ നൽകിയത് ഇന്നയാളാണെന്നും ഓപ്പണായിട്ട് പറഞ്ഞ ഒരു കേസ് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. പല രീതിയിൽ കേസിനെ വഴിതിരിച്ച് വിടാനും ശ്രമങ്ങൾ പല ഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. അന്നൊക്കെ ഈ അതിജീവിതയുടെ അഭിഭാഷക എന്നുള്ള രീതിയിൽ ഏതൊക്കെ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ അതിജീവിച്ചിട്ടുണ്ട്? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാനൊരു ഈ പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരാളാണ്. പിന്നെ ഞാനൊരു ML പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ആളെന്ന നിലയിൽ കോടതികളോട് എനിക്ക് ബഹുമാനമില്ല എന്ന് പൊതുവായിട്ട് ചില ആളുകൾ ധരിച്ചു വെച്ചേക്കാണ്. ഈ തെളിവുകൾ ശക്തമാണെങ്കിൽ പോലും ഗൂഢാലോചന ഏതെങ്കിലും ഘട്ടത്തിൽ തെളിയിക്കപ്പെടാതെ പോയാൽ എന്തായിരിക്കും? 1-ാം പ്രതിനെ ശിക്ഷിക്കില്ല എന്ന് ആർക്കും ഇവിടെ കേസില്ല. അത് നമ്മൾ ആരും പ്രതീക്ഷിക്കില്ല. അത് ശിക്ഷിക്കപ്പെടുന്ന തന്നെയാണ് എല്ലാവരും. അതിന് അത്രമാത്രം തെളിവുണ്ട്. 8-ാം പ്രതിയെ സംബന്ധിച്ചാണ് ഓരോ ഇഞ്ചിലും അവർ അതിൻ്റെ ഡിഫൻസിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. ഈ കേസിന് പുറകെയാണ് നമുക്കറിയാം ഹേമ കമ്മിറ്റി വരുന്നു, WCCയുടെ ഒരു സംഗതി ഒക്കെ അങ്ങനെ വലിയ വഴിത്തിരിവുണ്ടായ ഒരു കേസാണ്. അപ്പോൾ 8-ാം തീയതി ദിലീപ് അടക്കമുള്ള മുഴുവൻ പ്രതികളും ഹാജരാവണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ കേസിനെ സംബന്ധിച്ച് ഇത്രയും കോൺട്രവേഴ്സി ആയിട്ടുള്ളൊരു കേസായതുകൊണ്ട് തന്നെ ഈ കേസിലെ എല്ലാ പ്രതികളും ഹാജരാവണം എന്ന് കോടതി നിഷ്കർഷിക്കും. ഒരു പ്രോസിക്യൂഷൻ എന്ന രീതിയിൽ 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ച് 3-ാമത് വന്നിരുന്ന പ്രോസിക്യൂട്ടർ അതികഠിനമായി ഞങ്ങളൊരു കൂട്ടായ ഒരു പ്രവർത്തനം ഇതിലുണ്ടായി. എന്തായാലും വിധി 8-ാം തീയതി വരട്ടെ. ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു. പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സമ്മർദ്ദങ്ങൾ അതിജീവിച്ച് കഠിന പ്രയത്നത്തിലൂടെ നിരവധിയായ തെളിവുകൾ നിരത്തി നീതിക്കായുള്ള കാത്തിരിപ്പാണ്. ഇനി കുറഞ്ഞ ദിവസം മാത്രം അതിജീവിതയ്ക്ക് നീതി കിട്ടുമെന്ന പ്രതീക്ഷയോടെ. സച്ചിൻ സജിക്കൊപ്പം മോസ്നാസു, മീഡിയ 1, കൊച്ചി.